ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. ജയന്തിയോട് സംസാരിക്കാൻ എന്താണെങ്കിലും ഞാനില്ലെന്ന് അമൃത പറയുമ്പോൾ ജയന്തി ചോദിക്കുകയാണ്, അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത്? അപ്പോൾ ചേച്ചി പറഞ്ഞതിന്റെ അർത്ഥം എന്റെ നാവിന് ലൈസൻസ് ഇല്ലെന്നല്ലേ? ദേ ചേച്ചി, എന്നെ അവഹേളിച്ചാലുണ്ടല്ലോ എന്ന് ജയന്തി പറയുമ്പോൾ അമൃത ദേഷ്യത്തോടെ പറയുകയാണ്, ദേ അല്ലെങ്കിൽ ഞാൻ പുകഞ്ഞു നിൽക്കുകയാ, നീ ഇറങ്ങി പൊക്കെ ഇവിടുന്ന്. ഇനിയും വിളച്ചിലുമായിട്ട് എന്റെ അടുത്ത് വന്നാലേ പല്ലടിച്ച് ഞാൻ താഴെയിടും. നിന്റെ ഇപ്പോഴത്തെ ബോസ് ഉണ്ടല്ലോ ഐശ്വര്യ, അവളോട് നീ ചെന്ന് ചോദിക്ക് നിയന്ത്രണം വിട്ടാൽ ഞാൻ എന്താ ചെയ്യുക എന്ന്. ഇവരോട് തൽക്കാലം ഒന്നും പറയണ്ട. ഇവര് പറയുന്നത് അനുസരിക്കാം. എന്നാലേ ഇവരെ ഒരു ദിവസം ഞാൻ വശത്താക്കിയിരിക്കും, കാണിച്ചു തരാം. സോറി ചേച്ചി, ഞാൻ ഇവിടുന്ന് പോയിക്കോളാം. പക്ഷേ ചേച്ചി എന്നെ തല്ലുമെന്ന് പറഞ്ഞ കാര്യമേ ഇവിടെ വേറെ ആരും അറിയണ്ട. അത്രയും പറഞ്ഞ് ജയന്തി അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് അഖിലിനെയും ശ്യാമയുമാണ്. ശ്യാമ ടെൻഷനോടെ നിൽക്കുന്നത് കണ്ടിട്ട് അഖില് ചോദിക്കുകയാണ്, എന്താടോ, എന്തു പറ്റി? അത് പിന്നെ സാർ, ഐശ്വര്യട്ടത്തിയും അപ്പച്ചിയും കൂടി ജയന്തി ഏട്ടത്തിയെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. വിവാഹം കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട്. ഒരു കാര്യവുമില്ലായിരുന്നു എന്ന് ശ്യാമ പറയുമ്പോ അഖില് പറയുകയാണ്, ഒന്നുമില്ലെങ്കിലും തന്റെ ഏട്ടത്തിയല്ലേടോ, നിന്നിട്ട് പോട്ടെ. ഇല്ല സാർ, ഏട്ടത്തിയുടെ നിന്ന നമ്മുടെ സന്തോഷം ഇല്ലാതാവുകയുള്ളൂ. സാറിനറിയാലോ ഏട്ടത്തിയുടെ സ്വഭാവം, പരസ്പരം വഴക്കുണ്ടാക്കും. അവിടുത്തെ കുറ്റം ഇവിടെയും ഇവിടുത്തെ കുറ്റം അവിടെയും ചെന്ന് പറയും. എന്നിട്ട് ആവശ്യമില്ലാത്ത ഓരോരോ കഥകളായിട്ടുണ്ടാക്കും. നമുക്ക് നോക്കാടോ, അവർക്കും ഒരു മാറ്റം വേണ്ടേ? ചിലപ്പോൾ 2 ദിവസം ഇവിടെ നിൽക്കാൻ അവർക്കും ആഗ്രഹമുണ്ടാകും. മാറ്റത്തിനൊന്നും വേണ്ടിയല്ല സാർ ഇപ്പോൾ ജയന്തി ഏട്ടത്തിയെ ഇവിടെ പിടിച്ചു നിർത്തുന്നത്. ഇത് ഐശ്വര്യട്ടത്തിലെയും അപ്പച്ചിയുടെയും ഗൂഢാലോചനയാണ്, അതുറപ്പാ. എടോ, അതെന്തിനാ അവരങ്ങനെ ചെയ്യുന്നത്? അത് പിന്നെ എന്നെ താഴ്ത്തി കെട്ടാനുള്ള ശ്രമമാ. ഏട്ടത്തി ഇവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ വിവാഹത്തിന്റെ രസമൊക്കെ പോകും. ഞാൻ നശിച്ചു കാണാൻ വേണ്ടി നോക്കി നടക്കുന്ന ഒരാളാണ് എന്റെ ജയന്തി ഏട്ടത്തി. ഇന്നേ വരെ അരവിന്ദേട്ടനും സമാധാനം കൊടുത്തിട്ടില്ല. സാർ നോക്കിക്കോ, എന്റെ സന്തോഷം മുഴുവൻ ഏട്ടത്തി തല്ലിക്കെടുത്തും. താൻ ഇങ്ങനെ പേടിക്കാതെ, ഞാൻ തന്റെ കൂടെ ഉണ്ടാകും. തന്റെ സന്തോഷത്തിനാണ് അവരിവിടെ നിൽക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. എന്നാൽ ഐശ്വര്യയുടെ കൂടെ കൂടിയിട്ട് തന്റെ സന്തോഷം ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിലേ അവരെന്റെ മറ്റൊരു മുഖം കാണും. ഞാൻ എന്താണെങ്കിലും സമാധാനമായിട്ട് ഇരിക്കും. തുടർന്ന് ശ്യാമ പറയുകയാണ്, സാർ, ഇവര് വിചാരിച്ച 15-ാം തീയതി നടക്കാൻ പോകുന്ന നമ്മുടെ ചടങ്ങ് വരെ ഇല്ലാതാക്കാൻ സാധിക്കും. അത്രയ്ക്ക് ഇവര് അമ്മയെയും അപ്പൂനെയും ഒക്കെ കണ്ണീര് കുടിപ്പിച്ചിട്ടുള്ളതാണ്. അങ്ങനെ എങ്ങാനും അവർ ചെയ്ത എന്താണെങ്കിലും ഞാൻ അവരെ കൊല്ലും. ഇത് കേൾക്കുന്ന അഖില് ചോദിക്കുകയാണ്, എങ്ങനെ? ഞാൻ അവരെ കൊല്ലുമെന്ന് ഞാൻ സത്യമാ പറഞ്ഞത്. 15-ാം തീയതി ആകാൻ വേണ്ടിയേ ഞാൻ കാത്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ സാർ, ഞാൻ എന്റെ ജീവിതത്തില് ഇത്രയും വലുതായിട്ട് ഒന്നും ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ ഒരു ചമ്മലുമില്ലാതെ തുറന്നു പറയണമെങ്കിൽ എന്റെ ആഗ്രഹത്തിന്റെ അളവ് എത്രയാണെന്ന് സാറിന് ഊഹിക്കാലോ. എനിക്ക് കൃത്യമായിട്ട് അറിയാടോ, കാരണം ഞാനും അത് തന്നെ സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുന്നത്. എന്താണെങ്കിലും ബാക്കി നമുക്ക് വൈകിട്ട് വന്നിട്ട് സംസാരിക്കാം എന്ന് അഖില് പറയുമ്പോൾ ശ്യാമ പറയുകയാണ്, പിന്നെ സാർ വരുമ്പോൾ കുറച്ച് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരണം. ചെങ്കൽ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമുക്ക് പൂജിക്കാൻ കൊടുക്കാനുള്ളതാ. എന്തൊക്കെയാന്ന് പറഞ്ഞാൽ മതി, ഞാൻ വാങ്ങിയിട്ട് വരാമെന്ന് അഖില് പറയുമ്പോൾ ശ്യാമ പറയുകയാണ്, അനുക്കുട്ടിയെ ഇന്ന് സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത് ഞാനാ എന്ന് ശ്യാമ പറയുമ്പോൾ അഖില് പറയുകയാണ്, എങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാം. ശരി സാർ, ഞാൻ എന്നാ എന്റെ ഫോൺ എടുക്കട്ടെ. പിന്നീട് കാണിക്കുന്നത് ശ്യാമയും അനുക്കുട്ടിയും കൂടി സ്കൂളിലേക്ക് പോകുന്നതാണ്. അങ്ങനെ പോകുന്ന വഴി ശ്യാമ അശ്വതിയെ കാണുകയാണ്. അനുക്കുട്ടിയെ ഓട്ടോയിലിരുത്തി ശ്യാമ അശ്വതിയുടെ അടുക്കലേക്ക് ചെല്ലുന്നു. എന്നാൽ ശ്യാമയെ കണ്ടയുടൻ തന്നെ അശ്വതി വേഗത്തിൽ നടക്കുകയാണ്. ചേച്ചിക്ക് എന്നെ മനസ്സിലായില്ലേ? ഞാൻ ശ്യാമ, നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ട്. ഇത് കേൾക്കുന്ന അശ്വതി പറയുകയാണ്, എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ എനിക്ക് സംസാരിച്ചു നിൽക്കാൻ ഇപ്പോൾ സമയമില്ല. പക്ഷേ എനിക്ക് ചേച്ചിയോട് സംസാരിച്ചേ മതിയാകൂ. എന്റെ ചേച്ചി അവിടെ വളരെ വിഷമത്തിലാണ്. ഒരു ഭാര്യയും ഭർത്താവും വേർപിരിയലിന്റെ അറ്റത്ത് വന്ന് നിൽക്കുകയാണ്. അതിന് ഞാൻ എന്ത് ചെയ്യണം എന്ന് അശ്വതി ചോദിക്കുമ്പോൾ ശ്യാമ പറയുകയാണ്, ചേച്ചി കാരണമാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ദേ, ആ ഓട്ടോയില് ഒരു കൊച്ചുകുട്ടി ഇരിപ്പുണ്ട്, അനുമോള്. ചേച്ചിയുടെ മകളുടെ കൂട്ടുകാരി. ആ കുട്ടിയുടെ ഭാവിക്ക് വേണ്ടിയാ ഞാൻ ചോദിക്കുന്നത്. ദയവ് ചെയ്ത് ചേച്ചിയെല്ലാം എന്നോട് തുറന്നു പറയണം. ഇത് കേൾക്കുന്ന അശ്വതി ദേഷ്യത്തോടെ ചോദിക്കുകയാണ്, ഞാൻ എന്തു പറയണമെന്നായി പറയുന്നത്? ചേച്ചി ചുമ്മാ ദേഷ്യം കാണിച്ച് രക്ഷപ്പെടാമെന്നൊന്നും കരുതണ്ട. എനിക്കും അറിയാം ദേഷ്യം കാണിക്കാൻ. ശ്യാമ പ്ലീസ്, ഞാൻ എൻ്റെ ഒരു ലോകത്ത് ഒതുങ്ങി കൂടുകയാണ്. അവിടെ വന്നെന്നെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കരുത്. ഇത് കേൾക്കുന്ന ശ്യാമ പറയുകയാണ്, അങ്ങനെ ചേച്ചി ഒതുങ്ങിക്കൂടണ്ട, എനിക്ക് സത്യങ്ങളൊക്കെ അറിയണം. ഇനി എന്തൊക്കെ സംഭവിച്ചാലും സത്യങ്ങൾ പറഞ്ഞിട്ട് മാത്രമേ ഞാൻ ചേച്ചിയെ ഇവിടുന്ന് വിടത്തുള്ളൂ. അന്ന് ചേച്ചി അനുഭവിച്ച കഷ്ടപ്പാടുകളെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. ഒരു തരത്തിൽ പറഞ്ഞ ഞാനും കുറെ കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ചതാണ്. എല്ലാ മനുഷ്യർക്കും ഓരോ തരത്തിൽ ബുദ്ധിമുട്ടുകളുണ്ട്. ചേച്ചി അനുഭവിച്ച കഷ്ടപ്പാടും കഷ്ടപ്പാട് തന്നെയാണ്. അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഒരു കുടുംബം ആടി ഉലയുന്നത് ചേച്ചി കാരണമാണ്. അത് ചേച്ചി ഒന്ന് മനസ്സിലാക്കണം. സ്വന്തം സഹോദരിയാണ് ചോദിക്കുന്നതെന്ന് കരുതിയാ മതി. പ്ലീസ് ഒന്ന് പറയുന്നു പറഞ്ഞ് അശ്വതിയുടെ കൈകൾ കൂട്ടിപ്പിടിക്കുകയാണ് ശ്യാമ. ഞാൻ പറയാം, പക്ഷേ ഞാൻ പറയുന്നത് ശ്യാമ മറ്റാരോടും പറയില്ലെന്ന് എനിക്ക് സത്യം ചെയ്തു തരണം. ഞാൻ അനുവദിക്കാതെ ശ്യാമ ഈ കാര്യം ആരോടും പറയരുത്. ഞാൻ ചേച്ചിക്ക് വാക്ക് തരുന്നു. ഞാൻ ഏറെ പ്രതീക്ഷിച്ചു നിൽക്കുന്ന ഒരു ദിവസമാണ് ഈ വരുന്ന 15-ാം തീയതി. ആ ദിവസം സത്യമായിട്ട് എന്റെ അഖിൽ സാറ് സത്യമായി, എന്റെ ഈ കഴുത്തിൽ കിടക്കുന്ന താലി സത്യമായിട്ട് ഞാൻ പറയുകയാണ്. ചേച്ചിയുടെ അനുവാദമില്ലാതെ ചേച്ചി പറയാൻ പോകുന്ന കാര്യങ്ങള് ഞാൻ ആരോടും പറയില്ല.
അത് പിന്നെ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത്. അത്രയും പറഞ്ഞ് ബാക്കി നടന്ന കാര്യങ്ങളൊക്കെ അശ്വതി ശ്യാമയോട് പറഞ്ഞ് കണ്ണീരോടെ അവിടെ നിന്ന് പോകുന്നു. ഇത് കേൾക്കുന്ന ശ്യാമ ഞെട്ടലോടെ പറയുകയാണ്, എന്റെ കണ്ണ, ഈ രഹസ്യം ഞാൻ എങ്ങനെ സൂക്ഷിക്കും? പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. ജയന്തിയും അപ്പച്ചിയും ചേർന്ന് എല്ലാവർക്കും ആഹാരം വിളമ്പി കൊടുക്കുകയാണ്. അല്ല, ശ്യാമ എവിടെ പോയെന്ന് വസുന്ധര ചോദിക്കുമ്പോ മോളെ കൊണ്ടാക്കാൻ പോയതാണെന്നും അമ്പലത്തിൽ കയറിട്ടേ വരത്തുള്ളെന്ന് പറഞ്ഞിരുന്നെന്നും അമൃത പറയുന്നു. ഇത് കേൾക്കുന്ന ജയന്തി പറയുകയാണ്, ശ്യാമയുടെയൊക്കെ ഒരു കാലമേ, തോന്നുമ്പോ പോകാം, തോന്നുമ്പോ കയറി വരാം. അതേസമയം ശ്യാമ അങ്ങോട്ടേക്ക് വരികയാണ്. തുടർന്ന് അമൃത ചോദിക്കുക, എന്താ ശ്യാമ വൈകിയത്? അനുക്കുട്ടി വാശി പിടിച്ചോ എന്ന് അമൃത ചോദിക്കുമ്പോ, ഇല്ല ഏട്ടത്തി, അത് ക്ഷേത്രത്തിൽ പോയി വന്നപ്പോ താമസിച്ചതാണെന്ന് ശ്യാമ പറയുന്നു. കാര്യങ്ങളൊക്കെ ഏട്ടത്തി അറിയിക്കണോ എന്ന് ശ്യാമ മനസ്സിൽ പറയുകയാണ്. അല്ലെങ്കിൽ വേണ്ട, 15-ാം തീയതി കഴിയട്ടെ എന്ന് ജയന്തി പറയുകയാണ്. ശ്യാമേ, ഈ ആഹാരങ്ങളൊന്നും നമ്മുടെ വീട്ടിൽ കണി കാണാൻ പോലും കഴിയില്ലല്ലേ? അവിടെ മിക്കവാറും ഉണക്ക കഞ്ഞിയും പയറും ഒക്കെ ആകും. അന്നിവളെ ഉണക്കപ്പത്തലായിരുന്നു, ഒന്നൂതിയാ പറക്കും. ഇവിടെ വന്ന് ചോറും കറിയുമൊക്കെ കിട്ടിയപ്പോഴല്ലേ നന്നായത്. ഇത് കേൾക്കുന്ന വസുന്ധര പറയുകയാണ്, വിവാഹം കഴിയുമ്പോഴേ എല്ലാവരും അല്പസ്വല്പമൊക്കെ ഒന്ന് മാറും, ഒന്ന് മിനുങ്ങും. കല്യാണത്തിന് മുമ്പ് ഈ അമ്മയുടെ രൂപം ഒന്ന് കാണണമായിരുന്നു. അങ്ങനെ ഒരു ഉണക്കല്ല, ദാരിദ്ര്യം. ആ സമയത്താ ഇവളീ പുളിങ്കൊമ്പി കയറി പിടിച്ചത്. മര്യാദയ്ക്ക് ഇരുന്ന് കഴിച്ചിട്ട് പോ ജയന്തി എന്ന് അമൃത പറയുമ്പോ, ഇതൊക്കെ അവളൊരു തമാശ പറഞ്ഞതില്ലേ എന്ന് അപ്പച്ചി പറയുന്നു. ഞാൻ അങ്ങനെയാ ഇടയ്ക്കിടയ്ക്ക് നേരം പോക്കുകള് പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് ജയന്തി പറയുമ്പോ വസുന്ധര പറയുകയാണ്, ഇങ്ങനെയുള്ള നേരം പോക്കുകളെ ഒഴിവാക്കുന്നതാ ജയന്തി നല്ലത്. തുടർന്ന് ശ്യാമ പറയുകയാണ്, അങ്ങനെയുള്ള ദാരിദ്ര്യം ഒന്നും ഉണ്ടായിരുന്നില്ലമ്മേ. അച്ഛൻ ഇതുവരെ ഞങ്ങളെ പട്ടിണി കിടക്കാൻ സമ്മതിച്ചിട്ടില്ല. ഞങ്ങൾക്കെല്ലാം അറിയാം മോളെ. ദേ ജയന്തി, ഇനി ഇങ്ങനെയുള്ള സംസാരം വേണ്ടെന്ന് വസുന്ധര പറയുന്നു. തുടർന്ന് ജയന്തി വീണ്ടും പറയുമ്പോ ജയന്തിയോട് ഓരോന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് അമൃത. വേണ്ട ഏട്ടത്തി, എന്റെ പേരില് ഏട്ടത്തി ആരോടും ഉണ്ടാക്കണ്ട. എനിക്ക് എല്ലാം അറിയാം. തേജോവധം ചെയ്യുക എന്നൊക്കെ കേട്ടിട്ടുണ്ട്, അതാ ഇവിടെ നടക്കുന്നത്. തുടർന്ന് വസുന്ധരയും ജയന്തിയോട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ആഹാരം മതിയാക്കി പോവുകയാണ്. തുടർന്ന് ശ്യാമ അവിടെ നിന്ന് കരയുകയാണ്. പിന്നീട് കാണിക്കുന്നത് അമൃതയും അനുകുട്ടിയുമാണ്. തുടർന്ന് ശ്യാമയും അശ്വതിയും തമ്മിൽ സംസാരിച്ച കാര്യമൊക്കെ അനുകുട്ടി അമൃതയോട് പറയുകയാണ്. ഇളയമ്മ ശ്രീകുട്ടിയുടെ അമ്മയുടെ കണ്ണൊക്കെ തുടച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു, ചേർത്തൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു. അവര് തമ്മിൽ നല്ല കൂട്ടാണല്ലേ എന്നൊക്കെ അനുകുട്ടി പറയുമ്പോ ഇതൊക്കെ കേട്ടൊരു ഞെട്ടലോടെ നിൽക്കുകയാണ് അമൃത. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.